ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളച്ചാട്ടം കുറവാണ്. ഇതാണ് പാലൂർക്കോട്ടയിലെ കോട്ട. അത് ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന ഗുഹയൊക്കെ ആയിരുന്നു. പണ്ടുള്ള കാലത്ത് ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്ന ഗുഹയായിരുന്നു. ഇതിനകത്തേക്ക് ഒന്ന് കാണിക്കാം, വരും. അപ്പോൾ ആദ്യം തന്നെ ഇവിടേക്ക് എങ്ങനെ വരാമെന്ന് റൂട്ട് ഞാൻ പറഞ്ഞു തരാം. മലപ്പുറം ഭാഗത്ത് വരുന്നവർ പടപ്പറമ്പിൽ നിന്ന് നേരെ കൊളത്തൂർ റോട്ടിന് വന്നാൽ കൊളത്തൂർ റോട്ടിൽ നിന്ന് പള്ളിപ്പടിയിൽ നിന്ന് ഇവിടെ ബോർഡ് കാണും, പാലൂർക്കോട്ടയ്ക്കുള്ള ബോർഡ്. അവിടുന്ന് ലെഫ്റ്റിക്ക് തിരിഞ്ഞാൽ മതി. ലെഫ്റ്റിക്ക് തിരിഞ്ഞ് നേരെ പോകാം. അതുപോലെ കൊളത്തൂർ വഴിക്ക് വരുന്നവർ കൊളത്തൂരിൽ നിന്ന് മലപ്പുറം റോട്ടിന് വരാം. മലപ്പുറം റോട്ടിന് പലകപ്പറമ്പ് കഴിഞ്ഞ ഉടനെ റൈറ്റിലേക്ക് തിരിയാം. കമ്പനിപ്പടി എത്തുന്ന കുറച്ച് മുമ്പ് ആ പള്ളിപ്പടി ഉണ്ട്. പള്ളിപ്പടിയിൽ നിന്ന് റൈറ്റിലേക്ക് കൊളത്തൂരിൽ നിന്ന് വരുന്നവർ. അപ്പം അങ്ങനെ നേരെ പോകാം. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാം. റോഡ് സൈഡ് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. രണ്ട് സൈഡും നല്ല വ്യൂ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി പോയിട്ട് വണ്ടി സൈഡാക്കിയിട്ട് കുറച്ച് വ്യൂ കാണാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പോകുന്ന വഴി തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പാലൂർക്കോട്ട. ഇപ്പോൾ വേനൽക്കാലമാണ്. വേനൽക്കാലമായതുകൊണ്ട് വെള്ളം കുറവാണ്. മഴക്കാലത്താണ് നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവും. അങ്ങനെ നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കി. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ എടുത്തു. നല്ല അടിപൊളി മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂ ആണ്, നല്ല രസമാണ് കാണാൻ. ഇത് നമ്മൾ പോകുന്ന റൂട്ടിൽ നിന്ന് വണ്ടി സൈഡാക്കി എടുത്തതാണ് വീഡിയോ. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര പുറപ്പെട്ടു. അവിടെ ചെന്ന് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ അവസാനം വരെ കാണുക. അങ്ങനെ നേരെ വന്നിട്ട് 2 റോഡ് കാണും. ഇവിടുന്ന് റൈറ്റിലേക്ക് തന്നെ തിരിയുക. എന്നിട്ട് നേരെ പോവുക പാലൂർക്കോട്ടയ്ക്ക്. അങ്ങനെ നമ്മൾ പാലൂർക്കോട്ടയിൽ ഏകദേശം എത്തിക്കഴിഞ്ഞു. അങ്ങനെ വണ്ടി സൈഡാക്കി നടന്ന് നീങ്ങുകയാണ്. കുറച്ച് മേപ്പോട്ട് കയറാനുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്ത് ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാനുണ്ട്. ഗുഹയുണ്ട്, അതുപോലെ വെള്ളച്ചാട്ടം. വെള്ളം കുറവാണെങ്കിലും ചെറുതായിട്ട് വെള്ളം ചാടുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. വരൂ. നമ്മളിവിടെ വന്നത് വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ ഇവിടെ എത്തി. നമ്മളെ വീട്ടിൻ്റെ അവിടുന്ന് കുറച്ചുള്ളൂ, ഒരു 5-6 കിലോമീറ്റർ പോന്നാൽ ഇവിടെ എത്താം പാലൂർക്കോട്ടയിലേക്ക്. അങ്ങനെ ഞങ്ങൾ ബൈക്കെടുത്ത് വൈകുന്നേരം ഏതായാലും നോമ്പിനിപ്പോൾ ഫ്രീ ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങി. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ പാലൂർക്കോട്ടൻ്റെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാലൂർക്കോട്ടൻ്റെ മേലേക്ക് കയറാനുള്ള വഴി. വേനൽക്കാലമായതുകൊണ്ട് വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വെറ്റി കിടക്കാൻ തോന്നുന്നുണ്ട്. ഏതായാലും നമുക്ക് മേലേക്ക് കയറി വെക്കാം. വരൂ. കരിങ്കല്ല് പോലെ അല്ലേ അതി. അടിപൊളി സ്ഥലമാണ്. എല്ലാവരും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ്. എന്താ കാഴ്ച! പാറക്കല്ലുണ്ടല്ലോ. സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആർക്കെങ്കിലും സിനിമ ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇവിടെ കാണിച്ചു പാലൂർക്കോട്ട വെള്ളച്ചാട്ടം. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, പ്രകൃതിയെ സംരക്ഷിക്കുക. പാലൂർക്കോട്ട വെള്ളച്ചാട്ടം. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, വേനൽക്കാലമായതുകൊണ്ട് വെള്ളമൊക്കെ വെറ്റിക്കെടുക്കുകയാണ്. ആ മേലെ കാണിച്ചു കൊടുത്താൽ മതി. ആ വെള്ളം അവിടുന്ന് ആ ടോപ്പില്ലേ അതിൻ്റെ മേലൊന്ന് ചാടിയിട്ട് അവിടുന്ന് ഇങ്ങനെ ഇവിടെ ചാടിക്കൊണ്ടായി വെള്ളം. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളമൊന്നുമില്ല. വെള്ളം ചെറിയൊരു കുറവുണ്ട്.
വാ നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ വെള്ളം ചെറിയൊരു ചാട്ടമുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് അതിഗംഭീരമായി വെള്ളം ചാടുന്നത്. മഴക്കാലത്താണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം ചെറുതായിട്ട് ഒലിക്കുന്നുണ്ട്, എന്നാലും ചെറുതായിട്ട് ചാടുന്നുണ്ട് വെള്ളം. അപ്പോൾ ഇതാണ് വെള്ളം ചാടുന്ന സ്ഥലം പാലൂർക്കോട്ട. നമുക്ക് അടുത്തതായിട്ട് ഗുഹയെ കാണാം. ഇതിൻ്റെ അകത്തേക്ക് ഒരുപാട് പോകാനുണ്ട്. എന്താ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ഗുഹയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കടക്കാൻ ചെറിയൊരു ഭയമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കടക്കുന്നില്ല. കണ്ടില്ലേ, പണ്ടുള്ള കാലത്തുള്ള ഗുഹയാണ്. ഇതിൻ്റെ മേൽഭാഗമൊക്കെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ, പണ്ടത്തെ കാലത്തെ ഒരു കൈവ് തന്നെ കേട്ടോ. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഉള്ളിലേക്ക് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതാണ് ഗുഹയുടെ കവാടം. അങ്ങനെ ഗുഹ കണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ നോക്കി. അതിൻ്റെ അകത്തേക്ക് ഞാൻ പോകാൻ ശ്രമിച്ചു, പക്ഷേ ഒരു പേടി, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അപ്പോൾ അകത്തേക്ക് കടന്നില്ല, അവിടുന്ന് നേരെ തിരിച്ചു പോന്നു. താഴോട്ടേക്ക് തന്നെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് ഇറങ്ങണം. കാലൊന്ന് തെറ്റിയാൽ വഴിക്ക് താഴെ പോകും. അപ്പോൾ പതുക്കെ താഴോട്ട് ഇറങ്ങി. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു.